ഹലോ ചങ്ങായിമാരെ, ഗുഡ് മോർണിംഗ് പാലക്കാട്. അപ്പോൾ നമ്മൾ സെക്കൻഡ് ഡേ ആയിട്ട് പാലക്കാട് രാവിലെ ഒരു 6:15 ആയിട്ടുണ്ടാവും കേട്ടോ. അതാ നമ്മൾ തിരിച്ചതാ നമുക്ക് 4 സ്പോട്ട് കാണാനുണ്ട്. നമ്മൾ കറങ്ങാൻ വന്നതല്ലേ, അപ്പോൾ നേരത്തെ തന്നെ രാവിലെ തന്നെ ഫ്രഷപ്പ് ആയിട്ട് അവിടുന്ന് നമ്മൾ റൂമൊക്കെ വെക്കേറ്റ് ചെയ്ത് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പം നമ്മൾ പോകുന്നത് ഒരു ജസ്റ്റ് ഒന്ന് ചായ കുടിക്കാനാട്ടോ. അപ്പോൾ പീടികകളൊക്കെ തുറന്ന് വരുന്നുള്ളൂ. നല്ല മഴക്കാറുണ്ട്. പിന്നെ അതാ മോർണിംഗ് നല്ല വൈബ്, നല്ല സുഖമായിട്ട് പോകാൻ കഴിയട്ടെ, കാരണം വണ്ടികളൊക്കെ കുറവാണ് കേട്ടോ. അങ്ങനെ അതാ നമ്മളിങ്ങനെ പോയിങ്ങോണ്ട് കുറേ പീടികകളൊക്കെ നോക്കി. അപ്പോൾ അതാ പെട്ടെന്നൊരു ചെറിയ കട കണ്ടു കേട്ടോ. അവിടെ നിന്ന് ഇതാ ഇഡ്ഡലിയും ഞാൻ വട കഴിച്ച്, സാൽക്കായും മക്കളൊക്കെ ഇഡ്ഡലി കഴിച്ചിട്ട്. കാരണം ഫസ്റ്റത്തെ എന്താ പറയുക, കസ്റ്റമേഴ്സ് നമ്മൾ തന്നെ കേട്ടോ. നല്ല ചൂടോടൊക്കെ തന്നെ ഇഡ്ഡലിയൊക്കെ കിട്ടിയിട്ടാണ്. കുറച്ച് നേരം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു, അതുകൊണ്ട് നമ്മൾ വെയിറ്റ് ചെയ്തിരുന്ന്. പിന്നെ അതാ ഇപ്പം പോകുന്നത് കുടിലിടം കാണാനാണ് കേട്ടോ. അതൊരു പാലക്കാടിൻ്റെ ഒരു ബ്യൂട്ടി സ്പോട്ടാട്ടോ. ഞാൻ റീൽസിലും അതേപോലെ തന്നെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ള സ്ഥലം. അപ്പോൾ ഡയറക്റ്റ് അവിടേക്ക് പോകട്ടെ. അപ്പോൾ സമയം ഒരു 9 മണിയൊക്കെ ആയിട്ടുണ്ടാവും. 8 മണി 8:30 ഒക്കെ ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അത് നമ്മൾ അവിടേക്ക് പോയി കൊണ്ട് കേട്ടോ. പോകുന്ന വഴിക്കൊക്കെ നല്ല തണലും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം റോഡിൻ്റെ 2 ഭാഗത്ത് ഇരുവശങ്ങളിലായിട്ട് നല്ല ചെടികൾ, അതായത് വലിയ വലിയ മരങ്ങൾ, നെൽപ്പാടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ സാധാ പോലെ ഹൈവേ പോലെയല്ല, കാരണം ചെറിയ ചെറിയ വീടുകളൊക്കെ ആണ് കേട്ടോ. ഇവിടെ ഇതാണ് കുടിലിടം, എന്താ പറയുക, സ്റ്റാൻഡ്. ഇവിടെ നിന്ന് അങ്ങോട്ട് റൈറ്റിലേക്കാണോ ലെഫ്റ്റിലേക്കാണോ എനിക്ക് ഓർമ്മയില്ല. ലെഫ്റ്റിലേക്ക് വളഞ്ഞിട്ടാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അതപ്പോൾ ഓട്ടോ സ്റ്റാൻഡുമാർ, അവിടെ ഓട്ടോ ചേട്ടന്മാരൊക്കെ ഉണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ നമ്മളെ സ്പോട്ട് കാണുന്നത്. നമ്മൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മലനിരകളിൽ വെള്ളച്ചാട്ടത്തിൻ്റെ ഒക്കെ നല്ല അടിപൊളിയാട്ടോ കാണാൻ. ഇത് നമ്മൾ കാറ് നിർത്തിയ ഭാഗമായിട്ട് ഇനി അവിടേക്ക് പോകണം. അപ്പോൾ അവിടെ പാർക്കിംഗ് ഏരിയ ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ അവിടെ എന്താ ചെറിയൊരു എൻട്രി ഫീസൊക്കെ ഉണ്ട് കേട്ടോ. കറക്റ്റ് പൈസ എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ നമ്മൾ അങ്ങോട്ട് പോയിട്ട് അവിടുന്ന് എൻട്രി ഫീസൊക്കെ കൊടുത്ത് അവിടുന്ന് പല ആൾക്കാരും ഫോട്ടോ എടുക്കാൻ വരുന്നുണ്ട് കേട്ടോ. അതായത് ചെറിയ കല്യാണത്തിൻ്റെ വെഡ്ഡിങ്ങിൻ്റെ ഫോട്ടോസും, അതേപോലെ ഓണത്തിൻ്റെ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനും ഇഷാനും ഇങ്ങനെ നടന്ന് പോരാട്ടോ. അതാണ് സംഭവം, എൻട്രി ഇവിടെ വരുന്നത് കേട്ടോ. കാളപ്പൂട്ടിൻ്റെ ഒക്കെ സംഭവം ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ടോ. ഇവിടെ ആ കാളവണ്ടീൻ്റെ അവിടെ കയറിങ്ങാണ്ട് നമ്മൾ കുറേ റീലൊക്കെ എടുത്തിട്ടോ. അപ്പോൾ ഇതിവിടെ വരുന്നത് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ അതിനോട് ഭയങ്കര തിരക്ക് കുറവാണ്. നമ്മൾ അന്വേഷിച്ചപ്പോൾ പറഞ്ഞ് വൈകുന്നേരങ്ങളിലൊക്കെ ആയാൽ തോനെ ആൾക്കാർ വരുന്നുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ സാധാ പോലെ തന്നെ സംസാരിക്കുന്നത്, വലിയ ശൈലിയിൽ സംസാരിക്കാനോ അങ്ങനെയൊന്നും എനിക്കറിയില്ല കേട്ടോ. ഞാൻ സാധാ ഒരാളോട് എങ്ങനെയാണ് സംസാരിക്കുന്നത് അതേപോലെ തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ. അങ്ങനെ നമ്മൾ മുകളിൽ എന്താ പറയുക, ഹട്ട്, നമ്മളെ മുളകുന്നെ കൊണ്ടുള്ള വീട് കേട്ടോ. അപ്പോൾ ഞാൻ പേടിച്ചിട്ടാണ് കയറുന്നത്, കാരണം പൊളിയോന്ന്. കാരണം വെയിറ്റ്, നമ്മൾ 4 ആൾക്കാരുണ്ട് അതിൻ്റെ മുകളിൽ. ഇവിടെ ഇരുന്നാൽ എല്ലാ കാഴ്ചയും കാണട്ടെ. ഇപ്പോൾ വെയിൽ ഒന്നുമില്ല, അത്യാവശ്യം നല്ല തണുപ്പുള്ളൊരു കാറ്റൊക്കെ ഇങ്ങനെ വീശുന്നുണ്ട് കേട്ടോ. പക്ഷേ വെയിലായി വരുന്നുണ്ട് കേട്ടോ. ഉച്ച സമയത്തൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നല്ല ചൂടുണ്ടാവും കേട്ടോ. പക്ഷെ എന്നാലും നല്ലൊരു തണുത്ത കാറ്റ് വീശുന്നുണ്ട് കേട്ടോ. അവിടെ നിന്ന് കുറച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ടോ. നമ്മൾ എപ്പോഴും നമുക്കുള്ളതാണല്ലോ വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കട്ടോ. അപ്പോൾ മക്കളെ കുറച്ച് ഫോട്ടോസ്, എൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടോ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ സംഭവം, പ്രധാന ഓരോ സ്ഥലങ്ങൾ കേട്ടോ, ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്ഥലങ്ങൾ. പിന്നെ അവിടെ വയൽ നെൽപ്പാടാട്ടം, മൊത്തമായിട്ട് നെൽകൃഷിയാണ്. അവിടെ ഏക്കറുകളോളം പരന്ന് കിടക്കുന്ന നെൽകൃഷിയാട്ടോ. അവിടെ തെങ്ങുണ്ട്. പിന്നെ ആ സ്പോട്ടിൽ നമ്മൾ ഇറങ്ങിയിട്ട്, അപ്പോൾ പോകുന്ന വഴിക്ക് നബിദിന റാലി കണ്ടിട്ട്. അന്ന് തന്നെയാണല്ലോ സെപ്റ്റംബർ 5 നബിദിനം, ഓണം, അതേപോലെ തന്നെ നമ്മൾ ടീച്ചേഴ്സ് ഡേ ആണല്ലോ. അപ്പോൾ നമുക്ക് കാറിൽ പോകുമ്പോൾ കുറച്ച് മിഠായിയൊക്കെ കിട്ടിയിട്ട് നബിദിന റാലീൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ ചേട്ടന്മാരൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ നമ്മൾ അവിടെ നിന്ന് പോയിട്ട് ഇനി പോകുന്നത് താമരപ്പാടം, അതായത് ഇതിൻ്റെ തന്നെ അടുത്ത് ഒരു 2-3 കിലോമീറ്റർ അടുത്ത് തന്നെയാണ് ഈ സ്പോട്ട് വരുന്നത് കേട്ടോ. അവിടെയൊക്കെ പോകുന്നിട്ട്. അപ്പോൾ അവിടേക്ക് ഇതേ പറഞ്ഞ ഈ പാലക്കാടിൻ്റെ മെയിൻ ഭംഗി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മലനിരകളും നെൽപ്പാടങ്ങളും ഒക്കെ കേട്ടോ. അത് ഐലവ് കൊല്ലംകോട് നീതിച്ചിട്ടുണ്ട്. ഇതാണ് താമരപ്പാടം. ഈ പണ്ട് താമരൊക്കെ ഉള്ള സ്ഥലമാണോ എന്ന് എനിക്കറിയില്ല. അവിടെ നമ്മൾ സീതാരക്കുണ്ട് വാട്ടർഫോൾ ഉണ്ട് കേട്ടോ. ഈ താമരപ്പാടം പറയുന്നത് സീതാരക്കുണ്ട് ഫുഡ് ഹിൽ എന്നാട്ടോ പറയില്ല അതിന്. അപ്പോൾ അവിടെ പോയിട്ട് ഒരു ചെറിയൊരു വാട്ടർഫോൾ, നമ്മൾ മുകളിലേക്കൊന്നും കയറിയിട്ടില്ല. താഴെ കുറച്ച് കളിക്കുന്ന സ്ഥലമുണ്ട്. അവിടെ ജസ്റ്റ് ഒന്ന് കളിച്ചിട്ട് ഡ്രസ്സ് അങ്ങനെ ഒന്നും എടുത്തിട്ടില്ല, അതുകൊണ്ട് അങ്ങനെ എടുത്തിട്ടോ. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല തണുപ്പ്, കാരണം വെള്ളം തണുപ്പ്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് എവിടെയും പോകേണ്ട, കാലൊന്ന് മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വെള്ളത്തിലൊന്ന് ഇറക്കി വെച്ചാൽ മതി. മീനുകൾ ഇങ്ങനെ കാലിൽ കൊത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ റിച്ചു ഇഷാനും വെള്ളത്തിൽ ഇറങ്ങി. അവർ രണ്ടുപേരും കുറച്ചൊന്ന് ജസ്റ്റ് ഒന്ന് കളിച്ച് ഒന്ന് കുളിച്ച് കയറാമെന്ന് വിചാരിച്ചിട്ടോ.
അങ്ങനെ അവർ വെള്ളത്തിൽ കളിക്കുന്നുണ്ട് കേട്ടോ. വലിയ വാട്ടർഫോളൊന്നുമല്ല, എന്നാലും ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വെള്ളം വരുന്നുണ്ട്. പക്ഷേ ആ വെള്ളത്തിന് നല്ല തണുപ്പും കുറേ മീനുകളുണ്ട്. അങ്ങനെ അവിടെ നമ്മൾ വന്നിട്ട് പിന്നെ ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ടോ. അപ്പോൾ സാലുക്ക വാങ്ങിയത് എന്താ പറയുക, ബട്ടർ സ്കോച്ചാണ്. ഞാനും ഇഷാനും ഓറിയോൻ്റെ വാങ്ങിയിട്ട്, റിച്ചു വാങ്ങിയത് സ്ട്രോബെറിയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ കഴിക്കാത്തത്, ഞാൻ ഓറിയോൻ്റെ ഐസ്ക്രീം ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമ്മൾ വാങ്ങിയതിൽ വെച്ച് ഏറ്റവും ടേസ്റ്റ് ഉള്ളത് ഇതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, നമ്മളിപ്പോൾ എത്ര സ്ഥലങ്ങൾ കണ്ടു എന്നുള്ളത്. അപ്പോൾ ഞാൻ തന്നെ പറയുന്നത് എൻ്റെ 3 കേട്ടോ. ഇനി കാണാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ പെരിങ്ങോട്ട് ചേരിക്കളം, അതായത് നെല്ലൊക്കെ കൃഷി ചെയ്യുമ്പോൾ ഒരു സ്റ്റോറേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇതുണ്ടാക്കി വെച്ചിട്ടുണ്ട്, അവിടേക്കാണ് പോകുന്നത്. പിന്നെ ചെല്ലഞ്ചേട്ടൻ്റെ ചായക്കട, പിന്നെ മുതലമട റെയിൽവേ സ്റ്റേഷൻ, അതായത് നമ്മൾ വെട്ടം സിനിമയിൽ ദിലീപിൻ്റെ ഒക്കെ ഒരു സീനുണ്ടല്ലോ റെയിൽവേ സ്റ്റേഷൻ, അവിടേക്കാണ് പോകുന്നത്. അപ്പോൾ പക്ഷേ നമ്മളിപ്പോൾ വന്നതുകൊണ്ട് എന്താ പറയുക, രാവിലെ വന്നതുകൊണ്ട് ഇപ്പം നേരം കഴിച്ചില്ലായി. മറ്റേത് കുറച്ചുമ്പാടി ഒരു 12 മണിക്കൊക്കെയാണ് ഇവിടെ എത്തുന്നുണ്ടെങ്കിൽ നമ്മളവിടെ പെട്ടുപോയി, കാരണം അത്രക്കും ട്രാഫിക്, കാരണം ചെറിയ റോഡാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ചേരിക്കളം വരുന്നത് കേട്ടോ. ആ നേരെ കാണുന്നതാണ് ഈ നെല്ലൊക്കെ ശേഖരിച്ച് വെക്കുന്നത്. ഇതിന് ചുറ്റോടും നെൽപ്പാടങ്ങളാട്ടോ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ നല്ല അടിപൊളി സദ്യ കഴിക്കാൻ പറ്റിയിട്ടോ. ഇവിടെ മുൻകൂട്ടി ഓർഡർ ചെയ്തിട്ടാണ് എല്ലാവരും വരുന്നത്, ബുക്ക് ചെയ്തിട്ടാണ് വരുന്നത്. പക്ഷേ നമ്മളിവിടെ ചെന്നപ്പോൾ തന്നെ അത്യാവശ്യം സീറ്റും കാര്യമൊക്കെ ഉണ്ടായപ്പോൾ പറഞ്ഞപ്പോൾ അവർ കഴിച്ചോളാൻ പറഞ്ഞിട്ട് അങ്ങനെ ഒരു സദ്യക്ക് വന്ന് 180 കേട്ടോ. നല്ല അടിപൊളി പായസം അടക്കം നല്ല അടിപൊളി സദ്യ നമ്മൾ കഴിച്ചിട്ടോ. അതിന് മുന്നേ ഓർഡർ ചെയ്തതിന് ശേഷം നമ്മൾ ഈ ചേരിക്കളം ഒന്ന് കാണാൻ പോയിട്ട്, പണ്ട് നെല്ലൊക്കെ നമ്മളെ പാടം കൊയ്യുന്ന സമയത്തിൻ്റെ നെല്ലാക്കുന്ന സാധനങ്ങൾ, പറ, അങ്ങനെയൊക്കെ പല സാധനങ്ങൾ കേട്ടോ. ഇതാണ് കേട്ടോ ഫുഡ് വരുന്നത്. എല്ലാ വിഭവങ്ങളും ഉണ്ട് കേട്ടോ. പച്ചടി, കിച്ചടി, സാമ്പാർ, മോര്, പുളിശ്ശേരി, ഉപ്പേരി, അങ്ങനെ പലതും. എനിക്ക് പേരുകളൊന്നും അറിയില്ല വല്ലാണ്ട്. പിന്നെ ഇതെന്താ പരിപ്പിൻ്റെ എന്തോ പായസം, നല്ല അടിപൊളി സാധനം കേട്ടോ. നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് റെസ്റ്റ് ചെയ്തിട്ടോ. നല്ല വെയിലാണെങ്കിൽ കൂടി നല്ല ഇളം ഒരു കാറ്റ് വരുന്നുണ്ട്, തണുത്ത കാറ്റ് വരുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മളെ സ്പോട്ട് ഇനി നമ്മൾ പോകാൻ പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് നമ്മളെ സ്പോട്ട്, ചെല്ലഞ്ചേട്ടൻ്റെ ചായക്കട കേട്ടോ. അടിപൊളി സ്പോട്ടാട്ടോ. ഞാൻ ഈ റീൽസിൽ മാത്രമാണ് ഈ സ്ഥലം കണ്ടിട്ടുള്ളത്. അപ്പോൾ അവിടെ പോയിട്ട് എന്താണ് അവിടുത്തെ സ്പെഷ്യാലിറ്റി എന്നൊക്കെ നേരിട്ട് നമുക്ക് ചോദിച്ചറിയാം കേട്ടോ. അങ്ങനെ നമ്മളിതാ പുറത്തിരിക്കുന്നുണ്ട്. കടേൻ്റെ ഉള്ളിൽ കാണുന്ന ചേട്ടനാണ് ചെല്ലഞ്ചേട്ടൻ കേട്ടോ. അപ്പോൾ ചെല്ലഞ്ചേട്ടൻ്റെ കൂടെ ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ടോ, ഞാനും മോനൊരു സെൽഫിയൊക്കെ എടുത്ത്. പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ വരുന്ന വേറൊരു സ്പോട്ടാണ് കേട്ടോ, ചിങ്ങഞ്ചിറ കറുപ്പുസ്വാമി പ്രകൃതി ക്ഷേത്രം കേട്ടോ. നമ്മൾ അതിൻ്റെ ഉള്ളോട്ടൊന്നും കയറിയില്ല, ജസ്റ്റ് ഒന്ന് അവിടെ നിന്നുങ്ങാണ്ട് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ട്. ഒരു ആൽമരമാണ്, ആൽമരത്തിൻ്റെ മുകളിൽ കുറേ തൊട്ടിലും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. എന്താണ് അതിൻ്റെ ഐതിഹ്യങ്ങളോ കാര്യങ്ങളോ ഒന്നും അറിയില്ല. അവിടുന്ന് നേരെ നമ്മൾ കണ്ടിട്ട് പിന്നെ മുതലമട റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്താൻ കേട്ടോ പ്ലാൻ. കാരണം ഈ വൈകുന്നേരമായ ചിലപ്പോൾ അവിടെ അടിച്ചു പോകും, കാരണം നമുക്ക് കാണാൻ പറ്റില്ല എന്നൊക്കെ. അങ്ങനെ ജസ്റ്റ് പെട്ടെന്ന് എല്ലാ സ്ഥലങ്ങളും നമ്മളിങ്ങനെ കയറി ഇറങ്ങിയിട്ട് കേട്ടോ. ഇതാണ് റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗം വരുന്നത്. നല്ല തണലുള്ള ഏരിയ, എല്ലാ ഭാഗത്തും നല്ല തണലുള്ള ഏരിയ കേട്ടോ. അപ്പോൾ മുതലമട റെയിൽവേ സ്റ്റേഷൻ നമ്മൾ വെട്ടം സിനിമയിൽ മാത്രം കണ്ടുവരുന്നല്ലേ, നമ്മളെ തിരക്ക് കഴിഞ്ഞിട്ട് വണ്ടിയൊന്നും പെട്ടെന്ന് അധികം വണ്ടി വരാത്തൊരു റെയിൽവേ സ്റ്റേഷനില്ലേ, അതാട്ടത്. അപ്പോൾ സംഭവം നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. നല്ല ആകാംക്ഷ ഉണ്ട് കേട്ടോ നമുക്ക് ആ ആൽമരം പോലെ ഇരുന്ന ആ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. അവിടെ നിന്ന് നമ്മളിതാ പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്തിട്ട്, അങ്ങനെ പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്തിട്ട് ഇപ്പോൾ പ്ലാറ്റ്ഫോം 1-ലല്ല പ്ലാറ്റ്ഫോം 2-ലാണ് അവർ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തത് കേട്ടോ, നമ്മൾ സിനിമയിലേക്കുള്ളത്. അപ്പോൾ നമ്മളിങ്ങനെ നടന്നിട്ട് നമുക്ക് ഈ സ്റ്റെപ്പ് കയറിയിട്ട് അപ്പുറത്തെത്തണം. അപ്പോൾ നമ്മളിവിടെ നിന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നായ്ക്കളൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെയുള്ള ഭാഗങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ സാലുക്ക മക്കൾ വേഗം നടന്നു പോയിട്ട് ഞാൻ കുറച്ച് സ്ലോലായിട്ട് ഇങ്ങനെ നടന്ന് എല്ലാ സ്ഥലങ്ങളും കണ്ടിട്ടാണ് നടക്കുന്നത് കേട്ടോ. പിന്നെ ഇതാണ് നമ്മൾ പ്ലാറ്റ്ഫോം 2-ലേക്ക് മാറിയിട്ടുണ്ട്. ഇതാണ് ആ ആൽമരത്തിൻ്റെ സ്പോട്ടിടെ മുതലമട എന്ന് പറഞ്ഞിട്ട്. പക്ഷേ സിനിമയിൽ മുതലമട എന്നല്ല, വേറെ എന്തോ ആണ് സ്ഥലത്തിൻ്റെ പേര് പറയുന്നത് കേട്ടോ. അങ്ങനെ ആൽമരത്തിൻ്റെ വള്ളിയിലൊക്കെ മക്കൾ കുറേ ആടി അങ്ങോട്ടും ഇങ്ങോട്ടും ആടിയൊക്കെ കളിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ പിന്നെ നല്ല ചൂടും ഉണ്ട്. അങ്ങനെ ഇറങ്ങി എല്ലാവരും ഫേസൊക്കെ കണ്ടില്ലേ, വയർത്തിട്ട് റോസ് കളറായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇനി നമ്മൾ സ്പോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അതായത് പാലക്കാടുള്ള പഴയ അഗ്രഹാരങ്ങളൊന്ന് കാണാൻ പോയിട്ട്. നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്നല്ലേ, മോഹൻലാലിൻ്റെ സിനിമയിൽ ഏതൊരു സിനിമയിലുണ്ട് ഈ അഗ്രഹാരത്തിൽ നിന്ന് ഷൂട്ടൊക്കെ എടുത്ത് തന്നിട്ടോ. പുതിയ അഗ്രഹാരത്തിൻ്റെ എൻട്രി ഉണ്ട്, അത് പക്ഷേ 5 മണി 5:30 വരെ ഉള്ളൂ കേട്ടോ. നമ്മൾ 5:30 കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ എത്തുമ്പോൾ കേട്ടോ. അങ്ങനെ പഴയ അഗ്രഹാരത്തിൻ്റെ വഴികളിലൂടെ നമ്മളിങ്ങനെ സഞ്ചരിച്ച് പോകട്ടെ. നല്ല രസമുണ്ട് കാണുന്നത്. ചില ആൾക്കാരെ വീട്ടിൻ്റെ മുന്നിലൊക്കെ കോലം വരച്ചിട്ടുണ്ട് കേട്ടോ.
നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ തന്നെ കേട്ടോ അത്. എന്താ പറയുക, വീടുകളൊക്കെ അങ്ങനെ തന്നെ, അഗ്രഹാരം വീട്, എന്താ പറയുക, നമ്മളൊരു ബ്രാഹ്മണ ടച്ചുള്ള സംഭവങ്ങളില്ല അതേപോലെ തന്നെ കേട്ടോ. പിന്നെ ഇവിടെയൊക്കെ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് വീടിനൊക്കെ. ഇനി പുതിയ ആ ഭാഗത്തേക്കാണോ എന്ന് അറിയില്ല, കാരണം അവിടെ കാണാൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ. പിന്നെ അതാ പൂനൂലൊക്കെ ഇട്ടിട്ടുള്ള കുറേ ആൾക്കാർ, വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു ഏരിയ ആണ് കേട്ടോ അത്. കുറേ ആൾക്കാർ പുറത്തിരുന്ന് സംസാരിക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ ആയിട്ടുള്ള കുറേ ഏരിയകൾ. അപ്പോൾ ഞാനിങ്ങനെ ഇതിൻ്റെ കഥകളൊക്കെ ഇങ്ങനെ എന്താ പറയുക, നമ്മളെ ഗൂഗിളിലൊക്കെ അടിച്ചിങ്ങനെ നോക്കിയിട്ടോ. അപ്പോൾ രസമുണ്ട് കാണാനും കേൾക്കാനൊക്കെ ഉള്ള കേട്ടോ. ഈ പല കഥകളുണ്ട്, ഓരോ സ്ഥലത്തിനും ഓരോ ഐതിഹ്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ. അങ്ങനെ ലാസ്റ്റ് ഇതാ നമ്മൾ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങാം കേട്ടോ. ഇത് കൂടെ വന്ന് തിരിച്ച് പോകുന്ന വഴി മനസ്സിലാവുന്നില്ല കേട്ടോ, കാരണം കുറേ റൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വൈകുന്നേരം ഇപ്പോൾ ഒരു ഈവനിങ് ചായ കുടിക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഇതാ നമ്മൾ എന്താ പറയുക, പൊക്കുവട വാങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിൽ കോഴിക്കോടിലേക്ക് പൊക്കുവട എന്നാ പറയുക. ഇതെന്താണോ എന്താ പറയുക അറിയില്ല. അങ്ങനെ ബേക്കറിയിൽ നിന്ന് വാങ്ങി കേട്ടോ. പിന്നെ വെള്ളം വാങ്ങി, ചായ കുടിക്കാൻ നിന്നിട്ടില്ല, കാരണം ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ബ്ലോക്കും കാര്യമൊക്കെ കുടുങ്ങിയാൽ നമ്മൾ പെട്ടുപോകും. അവിടെ എത്തുമ്പോൾ രാത്രി ലേറ്റ് ആവുമല്ലോ. അതാ നമ്മളെ മുന്നിൽ, കാറിൻ്റെ മുന്നിൽ ഒരു ലോറിയിൽ ആനനെ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. എന്തോ ഉത്സവത്തിന് അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. പിന്നെ അതാ ഒരു 8 മണി 8:30 ആയപ്പോൾ നമ്മളിതാ ഫുഡൊക്കെ കഴിച്ചിട്ട് നല്ല മന്തിയൊക്കെ കഴിച്ച് പിന്നെ അവിടെ നിന്ന് നമ്മൾ നേരെ വിട്ടിട്ട് ഏകദേശം നമ്മൾ എത്താനായിട്ടുണ്ട്. ഒരു 9 മണി 9:30 ആകുമ്പോൾ നമ്മൾ കോഴിക്കോട് നമ്മളെ സ്പോട്ടിലെത്തും. അപ്പോൾ അതാ പോകുന്ന വഴിക്ക് നമ്മൾ പാട്ടൊക്കെ പാടി എൻജോയ് ചെയ്തിട്ടോ. കാരണം നമ്മൾ 4 ആൾക്കാരും ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ട്രിപ്പ് പോകുന്നത്. ഫാമിലി ആയിട്ടും ഫ്രണ്ട്സുകളായിട്ടും ധാരാളം ട്രിപ്പുകൾ പോയിട്ടുണ്ട് കേട്ടോ, പക്ഷെ ഒറ്റയ്ക്ക് ഇങ്ങനെയാണ് പോകുന്നത് ആദ്യമായിട്ട് കേട്ടോ. അങ്ങനെ ഏകദേശം നമ്മളിതാ ഇനി കോഴിക്കോട് എത്താനായിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് പാട്ടൊക്കെ പാടി, ഒരാൾ റിച്ച് ഉറങ്ങിയിട്ടോ. ഇഷാൻ മുന്നിലിരിക്കുന്നുണ്ട്. ഇഷാൻ ബാക്കിലിരുന്ന് കൂടുതൽ ഛർദ്ദിച്ചോണ്ട് ഞാൻ മുന്നിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ.